ചൊല്ലിയ ഇളങ്കാറ്റും പോയല്ലോ. മണ്ണാടിച്ചില്ലോലും പാടും പുഴയിലും കരളിലും നിലവിലും കുളിർ വിരിഞ്ഞേ. കണ്ണാടിച്ചില്ലോലും പാടും പുഴയിലും കരളിലും നിലവിലും കുളിർ വിരിഞ്ഞേ. കർത്താവേ, അതുപോലെ കുഞ്ഞച്ചൻ ഇന്നും അത്താഴ കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. ഇപ്പൊ തന്നെ കാല് തുടങ്ങി. എന്നാ എന്റെ കാലെടുത്ത് നിന്റെ തോളിലോട്ട് പോയടാ. മരിച്ചുപോയ വല്യപ്പച്ചനും അപ്പച്ചനുള്ള റേഷൻ ഇന്നും മാറ്റി വച്ചിട്ടുണ്ട്. അതും ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ. ഇരുന്നോളൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. കുടിച്ചോളൂ. തന്നോളൂ ഐശ്വര്യമായി. പിടിച്ചോളൂ. ഇത് കള്ളു കുടിച്ച് തീവണ്ടി പാളത്തിൽ കയറി നിന്നപ്പോ തീവണ്ടി ഇടിച്ച് ചപ്രാജിയായി പോയ എന്റെ പാവം വല്യപ്പച്ചനാ. ചപ്ലാജിക്കും കൊടുത്തോളൂ. കൊടുത്തു. ഇത് കള്ളു കുടിച്ച് കരള് പൊടിഞ്ഞു മരിച്ചുപോയ എന്റെ പാവ അപ്പച്ചന് അപ്പച്ചനും കൊടുത്തോളൂ. കൊടുത്തു. ഇത് എനിക്ക്. നിനക്ക് കോപ്പ് ചെയ്ത് കോപ്പ് കൊണ്ടുപോടാ. ഇത്തിരി നേരം ഒഴിച്ച എനിക്കില്ല. സുപ്രകം ഇത് എനിക്ക്. ഇറങ്ങിപ്പോയ ഇടവഴിയെല്ലാം കല്ലോട് പോയല്ലോടാ. വഴിക്കോട്ട് പോട്ടെന്ന്. ഞാൻ ആരാടാ? കുഞ്ഞച്ചൻ. നീയോ? മാർക്കോസ്. തോട്ടത്തിലെ ഡ്രൈവർ. എന്നിട്ട് പോടാ. എന്നും നീതിമാന്റെ മാറ്റം നൽകണേ. ഹലോ ഹലോ, കുഞ്ഞച്ചനാണാ? ആണെങ്കി ഈ ശബ്ദം മറ്റും ഓർമ്മയുണ്ടാ? പിന്നെ ഉരുക്കുമ്പുഴയിലെ ലതിക, അല്ലെങ്കിൽ ചിറയങ്കിടിലെ ശാരദ, അല്ലെങ്കിൽ കുന്നത്തുപുഴയിലെ ഇത് ഞാനാ, നിങ്ങളുടെ ഭാര്യ സാറാമ്മ. നിങ്ങളെ എന്റെ കഴുത്തിൽ മിന്നു കെട്ടിയ ഭർത്താവാ. എടി, നിന്റെ കഴുത്തിൽ കെട്ടേണ്ടത് മിന്നല്ല, കയറാ. കൊല കയറ്. പക്ഷെ പോടി പിന്നെ ഫോൺ അവിടുന്ന്. സമാധാനായി. അച്ഛന്റെ ഭാര്യയായിരുന്നു. ആണെങ്കിൽ നീ കൊണ്ട് പോണം. അല്ലെങ്കിലും അച്ഛന്റെ സ്ഥിരം പരിപാടിയാ. മനസമാധാനത്തോടെ ഇച്ചിരി കള്ളുടുക്കാൻ വിചാരിക്കുമ്പോ അപ്പ വരും അവളുടെ ഫോൺ. എന്നാലും പതിവ് ചടങ്ങുകൾ കുഞ്ഞച്ചരിന്ന് തെറ്റിക്കുന്നില്ല. മദ്യം കിട്ടാത്ത അത്താഴ പ്രശ്നക്കാരുണ്ടോ? ഇന്നൊന്നും കിട്ടിയില്ലല്ലേ? ഏതാ ബ്രാഞ്ച്? ജവാൻ കുടിച്ചോളൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ നാട്ടിലെ ഓരോ കുടിയന്മാരും മദ്യം കിട്ടാതെ വിഷമിക്കാൻ പാടില്ല. കുടിച്ചോളൂ, കുടിച്ചോളൂ. കുടിക്കണം. കുടിയേണ്ട അത്തോന്നും അമ്പലപ്പുഴ പാൽപ്പായസമാണ് വലിച്ചു കയറ്റണം. കുടിച്ചോണ്ടിരിക്കുമ്പോ വളവളാന്ന് പറഞ്ഞ് അറപ്പിക്കാതെ. സോറി സോറി സഹോദര, വെരി സോറി. സാറാമേ. ഞാൻ സാറാമേ അല്ല. ഇവിടെ 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 നീ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത്? എടീ, നീ ഏത് രൂപത്തിൽ വന്നാലും എനിക്ക് തിരിച്ചറിയാം. 25 വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിൽ പിണങ്ങിപ്പോയവളാണ്. കഴിഞ്ഞ 5 വർഷമായി പടങ്ങി രണ്ടിടത്ത് കഴിയുന്നവരാ നമ്മൾ. ഇനിയുള്ള കാലവും അങ്ങനെ കഴിഞ്ഞാൽ മതി. എനിക്ക് പോടി റാസ്കലി. സന്തോഷം, തൃപ്തിയായി. കണ്ടുപോകരുത്. കല്ലണ്ട് പോലെ സാറാമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. അവള് വളരെ വിഷമിച്ചാ പോയത്. നീ എന്താടാ കുഞ്ഞച്ച ഇങ്ങനെ ആയിപ്പോയത്? നീ ഒരിക്കലും നന്നാവില്ല, നന്നാവില്ലടാ. നീ
ഇവനാണ് അകത്തോട്ട് കയറുന്നോളെ. അപ്പൊ പോയല്ലോ. ഏയ് പോയാ അകത്തോട്ട്. വീണ നമ്മൾ തമ്മിലുള്ള ബന്ധം വേർപെടുത്താൻ കേസ് കൊടുത്തവളാണ് നീ. എന്നിട്ട് നീ തന്നെ കേസ് പിൻവലിച്ചില്ലേടി? അത് നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാകാതിരിക്കാനാ മനുഷ്യ. എടി നീ കൂടെ ഉള്ളവർക്ക് നാണക്കേട്. എന്നാലല്ലേ കണ്ടോളി കൂത്താടാൻ പറ്റും. തോന്നിയാസം പറയരുത്. എന്റെ പിറകെ നടന്ന് പഞ്ചാര വാക്കു പറഞ്ഞ് എന്നെ വളർത്തെടുത്ത് കെട്ടിയത് പോരാഞ്ഞ് കുഴിയാനയെ കണ്ടില്ലാത്തവനെ ആനയെ കണ്ടപ്പോ ഒന്ന് കയറാൻ തോന്നുന്നു. ആ തെറ്റാണോടി? തെറ്റാണോ? എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയാത്ത പുല്ലേ. രാജസ്ഥാൻ മരുഭൂമിയിൽ വാഴ വെച്ചാ മുളയ്ക്കോടി? ഇല്ല ഇല്ല. എടി എന്നെ കുറിച്ച് അറിയണമെങ്കിലേ മേരിയോട് ചോദിക്കും. മേരി ഡോക്ടറോട് ചോദിക്കാൻ. 24 വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് ഒരു ദിവസമെങ്കിലും എനിക്ക് മനസ്സമാൻ തന്നിട്ടുണ്ടോ നിങ്ങൾ? തരില്ല തരില്ല തരില്ല. 3 വട്ടം തരില്ല. നിങ്ങൾക്ക് എന്നെക്കാൾ വലുത് മറ്റു പെണ്ണുങ്ങളാ. ഹലോ, മഴക്കാലത്തെ സൗജന്യ റേഷൻ കിട്ടിയ ആരാടി വേണ്ടെന്ന് നോക്കിയത്? ഈ പുല്ലനാണ് എറിഞ്ഞ് കൊന്നാലേ. സാറു, ഐ ലവ് യു. നടുവേദന വന്ന് ഞാൻ നിവരാൻ കഴിയാതെ കിടന്നപ്പോ എന്നെ മൃഗാശുപത്രി കൊണ്ട് മനുഷ്യനാ നിങ്ങള്. അതെ, നീ ജീപ്പിന്ന് കുഞ്ഞിറങ്ങുന്ന കണ്ടപ്പോഴേ ആശുപത്രി നഴ്സ് കുഞ്ഞു പറഞ്ഞു, കുഞ്ഞച്ചനങ്കിളെ ഈ പോത്തിനെ ഇവിടെ ഇറക്കണ്ട, മൃഗാശുപത്രി കൊണ്ടുപോയി. ആ തെറ്റാണോടി? ആ തെറ്റാണോ? തോട്ടത്തിൽ ജോലിക്ക് പെണ്ണ് നിങ്ങൾ വീട്ടിനകത്ത് വിളിച്ച് കയറ്റിയില്ല. അത് ഞാൻ തേലുള്ള പഠിപ്പിച്ചതല്ലേ. വീട്ടിനകത്ത് എവിടെയാ തേയില ചെടി നിൽക്കുന്നത്? ഒരെണ്ണം നട്ട് വളർത്താൻ നോക്കിയത്. എന്നിട്ട് നട്ടു. പക്ഷെ മുളച്ചു വരുന്നതിന് മുമ്പ് ഒരു കാട്ടുപന്നി ചവിട്ടി അരച്ചു കളഞ്ഞു. ആ കാട്ടുപന്നി ആണ്ടി നീ എന്നെ ഇടിക്കുമെന്ന് അതാ സംഭവം കാണിച്ച്. അതിന്റെ സൗരഭം ലഹരി നമ്മളിൽ നന്മയുണർത്തുമെന്ന് എന്നോടൊത്തിരി ഇഷ്ടമെന്ന് ഒത്തിരി ഒത്തിരി ഇഷ്ടമെന്ന് ഒരിക്കൽ നീ പറഞ്ഞു. പ്രണയം ദിവ്യമെന്ന് മധുരമെന്ന് അനഘമെന്ന് അതിന്റെ സൗരഭം ലഹരി കാണാതിരുന്നപ്പോൾ നീ പറഞ്ഞു കണ്ടില്ലേ ഉള്ളിലിരിപ്പന്നു മറ്റാരോടോ എനിക്കിഷ്ടമെന്ന് കള്ളങ്ങളെ ഞാൻ പറയുമെന്ന് വിശ്വസിക്കാനേ കൊള്ളില്ലെന്ന് കാണുമ്പോഴേ സ്നേഹമുള്ളവെന്ന് എല്ലാം മനസ്സിലായി. ഒരിക്കൽ നീ പറഞ്ഞു പ്രണയം ദിവ്യമെന്ന് മധുരമെന്ന്
കർത്താവേ, സ്വപ്നത്തിൽ പോലും അവളെ എനിക്ക് ദർശനം തരല്ലേ. ഒരിക്കൽ നീ പറഞ്ഞു പ്രണയം ദിവ്യമെന്ന്. പിന്നെ നീ എത്ര വട്ടം ദിവ്യമാണെന്ന് ഞാനൊന്നും അറിയും. അല്ല അതുകൊണ്ട് കൂടെ ആരാ? ഞാൻ നിർമ്മല. ഏത് നിർമ്മല? അങ്ങ് മകനെ പോലെ സ്നേഹിച്ചിരുന്ന മാധവൻകുട്ടിയുടെ ഭാര്യ നിർമ്മല. അല്ല, ആരാ ഈ മാധവൻകുട്ടി? അങ്ങനെ ഒരാളെ എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആളും അറിയതാ? ഈ രാത്രി ഞങ്ങളെ ഇറക്കി വിട്ട ഞങ്ങൾ എങ്ങോട്ട് പോകാൻ? അതൊന്നും ഞാൻ അറിയണം. രാത്രി ഓരോരുത്തർ വലിയേറി വരും. അവ എങ്ങോട്ട് പറഞ്ഞു. ഇന്ന് സത്രം വിട്ടോ. ഇന്നലെ ഇവിടെ അണ്ടകത്ത് പറഞ്ഞത് അല്ല. നിങ്ങള് കുഞ്ഞേട്ടൻ ഞങ്ങളെ മറന്നോ? മറക്കാനോ? എന്റെ മാധവൻകുട്ടിയുടെ പെണ്ണിനെ ഞാൻ എങ്ങനെ മറക്കാനാ? ഇത് പൊന്നുമോളല്ലേ? അതെ. അയ്യോ, ഈ പൊന്നുമോൾക്ക് 6 മാസം പ്രായമുള്ളപ്പോ ഞാൻ കണ്ടിട്ടുള്ളതാ. ഇപ്പൊ അതേ വളർന്ന് മുട്ടം പെണ്ണായി. അല്ല, ഈ നിങ്ങൾ വരുന്ന വിവരം എന്നെ അറിയിക്കാമായിരുന്നില്ലേ? പെട്ടെന്നുള്ള വരവായിരുന്നു. പിന്നെ കുഞ്ഞേട്ടന്റെ ഫോൺ നമ്പരും അറിയില്ലായിരുന്നു. മാധവേട്ടന്റെ ഡയറിയിലെ വിലാസം ഉണ്ടായിരുന്നു. ശരി, ഈ വന്നപ്പോ എന്നെ വിളിക്കാമായിരുന്നില്ലേ? വിളിച്ചു. എന്നിട്ട് കുഞ്ഞേട്ടൻ ഞങ്ങളെ കാണുകയും ചെയ്തു. പിന്നെന്താ വെച്ചത്? മദ്യലഹരിയിൽ കുഞ്ഞേട്ടൻ ഞങ്ങളെ ഇറക്കി വിട്ടു. ബോധമുണ്ടെങ്കിൽ അത് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാ ഞങ്ങൾ മടങ്ങി പോകാതെ ഇവിടെ തന്നെ ഇരുന്നത്. അങ്ങനെ ചെയ്തെങ്കില് എന്റെ അനിയത്തിക്കുട്ടി എന്നോട് ക്ഷമിച്ചേക്ക്. അല്ല, നിങ്ങൾ മാത്രമാണോ വന്നത്? അതെ. പാതിരാത്രിയില് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് എന്നെ തേടി വരണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടാകും. പറയും, എന്താ കാരണം? ഞങ്ങൾ ആശ്രയം തേടി വന്നതാ. ഇനി എത്ര കാലം അത് വേണ്ടി വരുമെന്ന് അറിയില്ല. ഞാൻ ഇല്ലാണ്ടായാലും കുഞ്ഞേട്ടൻ എന്റെ മോളെ ഉപേക്ഷിക്കരുത്. അവക്ക് ആരുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാ പറയും നിർമ്മല. കഴിയുന്നത്രോളം കാലം പോലീസിന്റെ കണ്ണിൽ പെടാതെ കഴിയണം. അതിന് നിങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? ഞാൻ ഒരാളെ കൊന്നു. കൊന്നോ? ആരെയായാലും നിയമത്തിന്റെ മുന്നിൽ ഞാൻ കുറ്റവാളിയാ. ഞാൻ ഒരാരാച്ചാരായി തീർന്നപ്പോ മോളെ കൊന്ന് ആത്മഹത്യ ചെയ്താലെന്ന് തോന്നിപ്പോയി. എങ്ങനെയാ കുഞ്ഞേട്ട എന്റെ ഈ പൊന്നു മോളെ കൊല്ലുക? എന്നെ തേടി പോലീസ് എത്തുവരെ എനിക്ക് എന്റെ മോളോടൊപ്പം കഴിയണം. ഞങ്ങൾക്ക് പോകാനൊരിടമില്ല. തല ചായ്ക്കാൻ ഒരു വീട് പോലും ഇല്ല. ഞങ്ങളെ ഉപേക്ഷിക്കല്ലേ, എന്റെ അമ്മ പാവോ. ഒരു കൊലപാതകയ്ക്ക് അഭയം കൊടുക്കാന്നൊക്കെ പറഞ്ഞാലേ ഞാനും കുറ്റക്കാരനാകും. മാത്രമല്ല എന്റെ ജോലി അഭിമാനം ഒക്കെ തകരില്ലേ. പിന്നെ ഇത് എന്റെ വീടല്ല, കമ്പനി വക ക്വാർട്ടേഴ്സാ. അവിടെ നിങ്ങൾക്ക് അഭയം തരാന്നൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല. കുഞ്ഞേട്ടന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല എന്ന് കരുതിയാൽ മതി. നമുക്ക് പോകാം മോളെ,
പോട്ടെ കുഞ്ഞേട്ടാ. എന്റെ മാധവൻകുട്ടിയുടെ പെണ്ണിനെയും മോളെയും ഞാൻ എങ്ങനെ ഉപേക്ഷിക്കുക? നിങ്ങൾക്ക് അഭയം തന്നതിന്റെ പേരിൽ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് ഞാൻ നേരിട്ടുകൊള്ളാം. നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. നിങ്ങൾക്ക് ഇതേ ഇവിടെ കഴിയാം. പിന്നെ നിങ്ങൾ ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചാലേ എന്റെ സഹോദരിയും മോളുമാണെന്ന് പറഞ്ഞാൽ മതി. അത്ര ഉള്ള കാര്യം. അയ്യോ, ഞങ്ങൾ ആ ചായക്കടയിലെ കുഞ്ഞേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞേ, ഇത് മോളും. എന്തിനാ അങ്ങനെ പറയാൻ പോയത്? അപ്പൊ അങ്ങനെയാ തോന്നിയേ. ഇനിയിപ്പോ സാരമില്ല. ഞാൻ എന്റെ ഭാര്യയുമായി പിണങ്ങി കഴിയുന്നോണ്ടേ അടുത്ത കാലത്തൊന്നും അവൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. തൽക്കാലം നീ എന്റെ ഭാര്യയും ഇത് മോളുമാണെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. പിന്നെ ഞാനിതൊക്കെ ചെയ്യുന്നത് അവനെ ഓർത്തിട്ടാ, എന്റെ മാധവൻകുട്ടിയെ. പക്ഷെ അതിനു മുമ്പ് എല്ലാ സത്യങ്ങളും അറിയണം. പറയുന്നു എന്താണ്?